നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കുവൈറ്റിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച മലയാളി ബാലികയുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുകയാണ്. കുവൈറ്റിൽ 4 മാസം മുൻപാണ് മലയാളി ബാലിക ദുരൂഹ സാഹചര്യത്തിൽ മരണമടഞ്ഞത്. നാളെയാണ് പെൺകുട്ടിയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ചെങ്ങന്നൂർ പുലിയൂർ പെരിശ്ശേരി സ്വദേശി രാജേഷ് കൃഷ്ണപ്രിയ ദമ്പതികളുടെ മകളായ തീർത്ഥയാണ് കൊല്ലപ്പെട്ടത്. ചെങ്ങന്നൂർ പുലിയൂർ പെരിശ്ശേരി സ്വദേശി രാജേഷ് കൃഷ്ണപ്രിയ ദമ്പതികളുടെ മകളാണ് ദുരൂഹ സാഹചര്യത്തിൽ മരണമടഞ്ഞത്. 4 മാസങ്ങൾക്ക് ശേഷമാണ് മൃതദേഹം നാളെ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള വഴിയൊരുങ്ങുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റ് 26-നാണ് പെൺകുട്ടിയെ അബ്ബാസിയയിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവം നടക്കുമ്പോൾ കുട്ടിയുടെ മാതാപിതാക്കൾ പുറത്തായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. കഴുത്തിൽ കുരുക്ക് മുറുകിയാണ് പെൺകുട്ടി മരിച്ചത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. മരണത്തിൽ ദുരൂഹതകൾ ഉയർന്നതോടെ പെൺകുട്ടിയുടെ മാതാപിതാക്കളെയും ഫ്ളാറ്റിൽ ഷെയറിംഗ് ആയി താമസിച്ചിരുന്ന മലയാളികളായ 2 സ്ത്രീകളെയും സംഭവ സമയത്ത് ഇവർ താമസിച്ചിരുന്ന കെട്ടിടത്തിൽ എത്തിയതായി CCTV ദൃശ്യങ്ങളുടെ കണ്ടെത്തിയതിനെ തുടർന്ന് രഹസ്യാന്വേഷണ വിഭാഗം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു. കേസന്വേഷണത്തിന്റെ ഭാഗമായി ബാലികയുടെ മാതാപിതാക്കൾക്ക് യാത്രാവിലക്ക് ഉണ്ടായിരുന്നു. ഇതിനാലാണ് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാൻ ഇത്രയും വൈകിയത്. വിഷയത്തിൽ ഇന്ത്യൻ എംബസിയും വിദേശകാര്യ മന്ത്രാലയം ഇടപെട്ടതിനെ തുടർന്ന് ആഭ്യന്തര മന്ത്രാലയം പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് ഏർപ്പെടുത്തിയ യാത്രാവിലക്ക് കഴിഞ്ഞ ദിവസം നീക്കിയതോടെയാണ് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. എന്നാൽ മറ്റു 3 പേരുടെയും യാത്രാവിലക്ക് ഇതുവരെയും നീക്കിയിട്ടില്ല. നിരന്തരമായി ഇവരെ ചോദ്യം ചെയ്തിട്ടും മരണത്തിലെ ദുരൂഹത നീക്കാൻ അന്വേഷണ സംഘത്തിന് ഇതുവരെ സാധിച്ചിട്ടുമില്ല. മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പെൺകുട്ടിയുടെ ബന്ധുക്കൾ ഇന്ത്യൻ എംബസി, വിദേശകാര്യ മന്ത്രാലയം എന്നിവിടങ്ങളിൽ അഭ്യർത്ഥന നടത്തിയിരുന്നു. ഇതേ തുടർന്ന് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് അന്വേഷണ സംഘം നേരത്തെ അനുമതിയും നൽകിയിരുന്നു. എന്നാൽ യാത്രാവിലക്കുള്ളതിനാൽ മൃതദേഹത്തെ അനുഗമിക്കാൻ ഇവർക്ക് സാധിക്കാത്തതാണ് ഇതിന് തടസ്സമായി നിന്നത്. ഇക്കാരണത്താലാണ് 4 മാസമായിട്ടും മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനോ സംസ്കരിക്കാനോ കഴിയാതെ ബാലികയുടെ മൃതദേഹം അനാഥമായി മോർച്ചറിയിൽ സൂക്ഷിക്കേണ്ടി വന്നത്. എന്തായാലും ബാലികയുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുകയാണ്. എന്നാൽ മരണത്തിലെ ദുരൂഹത ഇപ്പോഴും അവസാനിക്കാതെ തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.